നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവാറ്റുപുഴ ന്യൂസുമായി സംസാരിക്കുന്നത് 7ാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ്. മുൻ കൗൺസിലിൽ 3ാം വാർഡിനെ പ്രതിനിധീകരിച്ച അനുഭവ പരിചയമുള്ള അസംബീകവും CPM NDA സ്ഥാനാർത്ഥികളും ഇവിടെ മത്സര രംഗത്ത് ഒരുപോലെ സജീവമാണ്. 7ാം വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക്. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. നമ്മുടെ ബൈപ്പാസ് റോഡ്, നമ്മുടെ സീമാസിൻ്റെ അവിടെ നിന്ന് കയറിപ്പോണ റോഡ് ചെല്ലുന്നത് നമ്മുടെ തൃക്കമ്പലം ഭാഗത്തേക്കൊക്കെയാണ് യാത്രക്കാർക്ക്. ആ റോഡ് ഭയങ്കര മോശമായി കിടക്കുന്നു. ആ റോഡ് നന്നാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കയറി വരുമ്പോൾ ആദ്യം തന്നെ. പിന്നെ നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ റോഡുകളൊക്കെ ആണെങ്കിലും ഭയങ്കര ഗതാഗത കുരുക്കായിട്ടാണ്. അപ്പോൾ അതിനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതും ചെയ്തണമെന്നാണ് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ റോഡിൽ തിങ്ങിക്കിടന്ന വേസ്റ്റുകളെല്ലാം അത്യാവശ്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അടിയന്തര വിഷയമായിട്ട് കാണുന്നത് റോഡ് തന്നെയാണ്. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുക്കുന്ന മുൻതൂക്കം റോഡുകൾ നന്നാക്കുന്നതിലായിരിക്കും. നമ്മൾ വീടുകളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടിയ ഇതനുസരിച്ച് തെരുവുനായ ശല്യം വളരെ കൂടുതലാണ്. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു മെയിൻ പോയിന്റ്. പിന്നെ ചില സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് പറയുന്നുണ്ട്. അത് വെള്ളം പോകുന്നതിനുള്ള ഓട ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. വെള്ളം പലരും റോഡുകളിൽ ഇപ്പം വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇലാഹിയ റോഡിൻ്റെ വഴിക്ക്, പിന്നെ ഇലാഹിയ മുജാഹിദ് പള്ളിയുടെ അവിടെ നിന്ന് പോണ വഴിക്ക് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുള്ള പ്രശ്നമാണ് വെള്ളം കയറുമ്പോൾ. അതിനെന്തെങ്കിലും ഒരു അടിയന്തര സഹായം. ഇലാഹിയ സ്കൂളിൻ്റെ ചേർന്നുള്ളൊരു കുറേ വീടുകളുള്ളൊരു കോളനി പോലെയുള്ളതുണ്ട്. അവിടെ റോഡിൽ ഭയങ്കരമായിട്ട് മഴവെള്ളം വന്ന ആ റോഡിലാണ് കിടക്കുന്നത്. അവിടെ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. ആ EC മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയിൽ അനധികൃത പാർക്കിങ്, വണ്ടികളുടെ പാർക്കിങ് നിരോധിക്കും. അതാണ് ആദ്യത്തെ കൊടുക്കുന്ന പ്രിഫറൻസ്. രണ്ടാമത്തേത് റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ വാർഡുകളിലെ ജനങ്ങൾക്ക് എന്താണോ അത്യാവശ്യമായിട്ടും വരുന്നത് അതിന് ഏറ്റവും കൂടുതൽ അവരോടൊപ്പം കൂടി പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് ഈ തെരുവുനായ ശല്യം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പിന്നെ റോഡുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പിന്നെ ഓരോ വീടുകളിലെയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു 25 വർഷം കൊണ്ട് നമ്മുടെ ഒരു ഗൾഫിലൊക്കെ കാണുന്ന റോഡും ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പായി വരണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് UDF ഐക്യജനാധിപത്യ മുന്നണി UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കയറ്റിയാലാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പോഴും നമ്മുടെ റോഡൊക്കെ ഇത്രയും പുരോഗതി വന്നത് ഈ 5 വർഷം കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് കയറി വന്നുകൊണ്ടാണ്, UDF ഗവൺമെൻറ് കയറി വന്നുകൊണ്ടാണ് ഇത്രയൊക്കെ പുരോഗതി മൂവാറ്റുപുഴ ടൗണിലുണ്ടായത്. അത് മൂവാറ്റുപുഴ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ട് മാറണമെന്നാണ് ആഗ്രഹം. നമ്മുടെ എറണാകുളം ജില്ല പോലെ മൂവാറ്റുപുഴ ഒരു ജില്ലയായി വളരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ മെട്രോ സംവിധാനങ്ങളൊക്കെ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. റോഡ്, തെരുവുനായ ശല്യം, മാലിന്യ സംസ്കരണം, വെള്ളക്കെട്ട് എന്നിവ വാർഡിലെ പ്രധാന പ്രശ്നങ്ങളാണെന്ന് ഇവർ പറയുന്നു. 5 വർഷങ്ങൾ കൊണ്ട് ഇലാഹിയ കോളനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന് അസംബീകം പറയുമ്പോൾ EC മാർക്കറ്റ് റോഡിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുമെന്നും റോഡുകൾ നന്നാക്കുമെന്നും പത്മിനി പറയുന്നു. തെരുവുനായ ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനാണ് സൽമാൻ ഔഷാദിന്റെ മുൻഗണന. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ ജില്ലയായി കാണണമെന്ന് സൽമ ആഗ്രഹിക്കുമ്പോൾ എല്ലാ മികച്ച സൗകര്യങ്ങളുമുള്ള മെട്രോ നഗരമായി കാണണമെന്നാണ് മറ്റ് 2 പേരുടെയും താല്പര്യം. 7ാം വാർഡിന്റെ ചിത്രമാണിത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.